ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പേടിയോട് കൂടിയിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവർക്ക് അവരുടെ ഫോണുകൾ ഹാക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ് വെച്ചുകൊണ്ട് അവരുടെ ഫോണ് മറ്റുള്ളവരാരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഭയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതുപോലെയുള്ള ഭയങ്ങൾ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ അല്ലെങ്കിൽ നമ്മളെ ചാറ്റുകളൊക്കെ മറ്റാരെങ്കിലും കാണുന്നുണ്ടോ എന്ന ഒരു ഭയത്തോട് കൂടിയിട്ട് ചില സമയത്തൊക്കെ നമ്മളെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. ഇനി ഈ ഒരു ചാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഫോണിൽ പ്രത്യേകിച്ച് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണുകളിൽ നിന്ന് നമ്മളെ പണം നഷ്ടപ്പെട്ടു പോകാനുള്ള വല്ല ആപ്ലിക്കേഷൻസുകളോ സെറ്റിങ്സുകളോ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് വരെ നമ്മൾ ഭയക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതിനൊക്കെ നമുക്ക് ഫോണിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഡിവൈസുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വല്ല സ്കാമുകളോ നടക്കുന്നുണ്ട് എങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എവിടെയാണ് ഉള്ളത് എന്നും അതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്തുകൊണ്ട് അതൊന്ന് സ്കാൻ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ തന്നെ ഒരു സർവീസ് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഗൂഗിൾ സർവീസിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ നമ്മളെ ജിമെയിൽ ID നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. റെക്കമെൻഡഡ് എന്നും അതുപോലെ തന്നെ ഓൾ സർവീസും എന്നുള്ള 2 ഓപ്ഷനുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ ഈ ഒരു ഓൾ സർവീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ആ ഒരു സെറ്റിങ്സ് ഇതിനകത്താണ് വരുന്നത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഒരുപാട് സെറ്റിങ്സുകളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് വല്ല സ്കാം നടക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മുടെ ഡിവൈസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനകത്താണ് ഈ ഒരു സെറ്റിങ്സ് വരുന്നത്. അൺനോൺ ട്രാക്കർ അലർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഡിവൈസ് വെച്ചുകൊണ്ട് സ്കാം നടക്കുന്നുണ്ടോ നമ്മളെ ഫോണിനകത്ത്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കിതിനകത്ത് തന്നെ വന്നുകൊണ്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്കാൻ നൗ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു സ്കാൻ ചെയ്യുന്നത് കുറച്ച് സെക്കൻഡുകൾ ഇതുപോലെ നമുക്ക് സ്കാൻ ചെയ്യുന്നതായിട്ട് നമ്മളെ ഫോൺ സ്കാൻ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നോ ട്രാക്സ് ഡിറ്റക്റ്റഡ്. നമ്മളെ ഈ ഒരു ഫോണിനകത്ത് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിനകത്തും ഇതുപോലെ വല്ല ഡിവൈസുകളും വെച്ചുകൊണ്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ടും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഹാക്കിങ്ങിനെ പേടിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയാം ഇതുപോലെ നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. വല്ല ട്രാക്കിങ്ങും വല്ല ഹാക്കിങ്ങും നടക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഡിവൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.